മഹത്തായ സന്ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനാപൂർവം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് നമുക്കിന്ന് രാത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്ന യുഗത്തിൻ്റെ സന്ധിയിലാണ് ഞാനും നിങ്ങളും ചരിത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അധിക നാളുകൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകയില്ല. വളരെയധികം ഗുരുതരമായ സാഹചര്യത്തിലേക്കും സ്ഥിതിവിശേഷത്തിലേക്കും ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ നാം തിരുവെഴുത്തുകൾ ഗ്രഹിക്കുവാൻ അടുത്തു വന്നിരിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ദാനിയേൽ പ്രവചനത്തിലേക്ക് നാം കേന്ദ്രീകരിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതം നയിക്കുക എന്ന അനുഗ്രഹീതമായ സന്ദേശം നാം തുടർച്ചയായി പ്രാർത്ഥനാപൂർവ്വം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങിവരവ് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. വേദപുസ്തകത്തിലെ ഈ 31,173 വാക്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ ഭാവി പ്രതീക്ഷ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ്. ഭൂതകാല ദൈവിക കാര്യപരിപാടികളുടെ കേന്ദ്ര ബിന്ദു, അർത്ഥാൽ ഇന്നലകളെ സംബന്ധിച്ചുള്ള വേദപുസ്തക പ്രവചനങ്ങളുടെ കേന്ദ്ര ബിന്ദു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നെങ്കിൽ, ഭാവികാല ദൈവിക കാര്യപരിപാടികളുടെ കേന്ദ്ര ബിന്ദു മടങ്ങി വരുന്ന ക്രിസ്തുവാണ്. ദൈവത്തിന്റെ തിരുസഭയുടെ മുഴു പ്രതീക്ഷയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ്. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇഴചേർന്നിരിക്കുന്ന ആ മഹത്തായ ആത്മീയ സത്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം അറിയാതെ കത്തിച്ചൊലിക്കുകയാണ്. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനം എന്തായിരുന്നു? പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ സ്വയം പറയുമ്പോൾ അവരുടെ ഉള്ളം കത്തലിന് മുഖാന്തരമായി തീർന്ന വിഷയം എന്തായിരുന്നു? എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്? ഇനി പോട്ടെ, പഴയ നിയമത്തിലെ പ്രവചന സത്യങ്ങളാണ് ആ യാത്രയിൽ യേശു മറഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പുതിയ നിയമത്തിലെ സത്യങ്ങൾ ഒന്നും തന്നെ എഴുതപ്പെടാത്ത കാലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഉയർപ്പ് കഴിഞ്ഞ ചില പരിമിത ദിവസങ്ങൾക്കുള്ളിൽ ആ സംസാര വിഷയം തന്നെ പഴയ നിയമത്തിലെ ആത്മീയ സത്യങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ഏത് ആത്മീയ സത്യങ്ങളാണ് അവരുടെ മുൻപിലേക്ക് വരച്ചു കാട്ടിക്കൊടുത്തത്? അതിനെക്കുറിച്ച് അറിയുവാൻ പത്രോസ് തന്നെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഞങ്ങൾ അവന്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായതിനാലാണ് എന്ന് പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ, സൂചിപ്പിക്കുമ്പോൾ അവിടെ പഴയ നിയമത്തിലെ സത്യങ്ങളെക്കുറിച്ച് പത്രോസ് പരാമർശിക്കുന്ന തന്റെ ലേഖനത്തിലെ ഒരു പരാമർശനം, അവർ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അവർ ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, അപ്പോൾ അവരുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു, അവരുടെ പ്രസംഗത്തിന്റെ സത്ത, അവരുടെ പ്രസംഗത്തിന്റെ ആകത്തുക, അവരുടെ പ്രസംഗത്തിന്റെ കാമ്പ് എന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണ് പഴയ നിയമ പ്രവാചകന്മാരുടെയും പ്രഭാഷകന്മാരുടെയും പ്രസംഗത്തിന്റെ ആശയത്തിന്റെ കേന്ദ്ര സത്ത. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങൾ. രണ്ട്, പിൻവരുന്ന മഹിമ. ഞാൻ പറയട്ടെ, അവൻ എവിടെ ജനിക്കും? അവന്റെ മാതാപിതാക്കൾ ആരായിരിക്കും? അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരും? അവന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തും? അവന്റെ വരുമാന മാർഗം എന്തായിരിക്കും? ഇതൊക്കെ ഓരോ കാര്യങ്ങളും, അവൻ എങ്ങനെ ഉപജീവനം കഴിക്കും, അല്ലേ? അവന്റെ ആ ജന്മ പശ്ചാത്തലം, ആ യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലെ ജനന രംഗം മുതൽ പ്രവചിച്ചു വരികയാണ്. ആ പ്രവചനം ഇങ്ങോട്ട് ഒഴുകുന്ന രംഗം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനം അവനെ ക്രൂശിക്കുവാൻ കാണിച്ചു കൊടുക്കുന്നത് ശത്രുവോ മിത്രമോ? ശത്രുവല്ല, മിത്രമായിരിക്കും. അത് 35 വെള്ളിക്കാശിനല്ല, 25 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിനായിരിക്കും. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യും, അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകും. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു കുലമരത്തിലായിരിക്കും തൂക്കുന്നത്. വധരീതി അജ്ഞാതമായിരുന്ന കാലത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ദൈവാത്മാവ് എഴുതുകയാണ്.
വധരീതി കൈകാലുകൾ തുളയ്ക്കുന്ന രീതിയിലായിരിക്കും. അവന്റെ മരണം വിശുദ്ധന്മാരുടെ നടുവിലായിരിക്കയില്ല, കൊടും കള്ളന്മാരുടെ മധ്യത്തിലായിരിക്കും. അവന്റെ മരണസമയം പ്രകൃതി ഇരുട്ടിൽ മറയും. അവന്റെ മരണസമയം ശത്രുക്കൾ അവന്റെ അങ്കിക്കായി ചീട്ടിടേണ്ടി വരും. സ്തോത്രം. അവന്റെ മരണസമയം ക്രൂശിതരായ സഹക്രൂശിതരുടെ അസ്ഥി ഒടിയുന്നത് പോലെ ഇവന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ല. അവന്റെ ശവമടക്ക് ഒരു ധനവാന്റെ കല്ലറയ്ക്കകത്തായിരിക്കും. കല്ലറയ്ക്കകത്ത് നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് 3-ാം ദിവസം കല്ലറ കാലിയാക്കിയവൻ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ആണിപ്പാടേറ്റ പൊന്നുകരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്യും. എഴുതി വെച്ച വചനം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവന്റെ മുൻ കഷ്ടതകളെ കുറിച്ച് എഴുതിയ വചനം മാറ്റമില്ലാതെ ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം എഴുതിയത് നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് വിളിച്ചു പറയണം, മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. അവന്റെ പ്രവചനങ്ങളിൽ ഇന്നലത്തേത് നിറവേറി, നാളത്തേത് ചരിത്രത്തിൽ കൃത്യമായി ആശ്ചര്യമായി നിറവേറുക തന്നെ ചെയ്യും. ക്രിസ്തീയ സഭയുടെ പ്രതീക്ഷ അതാണ്. നമുക്കറിയാം, 325 ആണ്ട് AD 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുനിയിൽ ഒരുമിച്ചുകൂടി വാദിച്ച് തർക്കിച്ച് രൂപപ്പെടുത്തിയ ആ നിക്കിയ വിശ്വാസ പ്രമാണം, പിതാവായി സർവശക്തനായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ എപ്പിസ്കോപ്പൽ പശ്ചാത്തലത്തിലെ ബന്ധങ്ങളിൽ പാടുന്ന ആ മനോഹരമായ നിക്കിയ വിശ്വാസ പ്രമാണം, യേശുക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ദർബാർ ഹാളിൽ സമ്മേളിച്ച 66 ദിവസത്തെ തർക്കവിതർക്കങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിശുദ്ധ തൃത്വം സ്ഥാപിച്ചുകൊണ്ടുള്ള ആ മനോഹരമായ നിക്കിയ വിശ്വാസ പ്രമാണം. അതിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാഗം എവിടെയാണ് അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഒരു പടിയൂടെ കടന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി പറയട്ടെ, ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി നിത്യതയുടെ വെളിച്ചത്തിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളു തുറന്ന് പറയണം, നിങ്ങൾ ഇരിക്കുന്ന മുറിയിലെ ശബ്ദം മുഴങ്ങട്ടെ, ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു. അതെ, കർത്താവിന്റെ മടങ്ങി വരവിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ഭാഗ്യം നൽകിയ തലമുറയിൽ ഇന്ന് രാത്രി നമുക്കായിരിക്കാൻ അവസരമുണ്ടായത് ജീവിതത്തിന്റെ ധന്യതയാണ് പ്രിയരെ. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിന്റെ ആധാരരേഖ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായ പാറക്കൂട്ടം, ക്രിസ്തീയ വിശ്വാസ പ്രമാണമാകുന്ന ബിൽഡിങ്, ഉയർന്നു നിൽക്കുന്ന അടിത്തറ കല്ല്, അത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക. ഈ സന്ദേശം നമ്മൾ ഇന്ന് രാത്രിയിൽ ദാനിയേൽ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി ആ വിഷയം നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഭരണം എവിടേക്ക് എന്നതാണ്. ഒരു വേദഭാഗം വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 27-ാമത് വാക്യം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-ാമത് വാക്യം. കടുകട്ടിയായ ചില പ്രവചന പഠനങ്ങളിലേക്ക്, തനി പ്രാവചനികതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ തികച്ചും ഗൗരവത്തോടും ഏകാഗ്രതയോടും കൂടെ വേണം ഈ വചനം ഇന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുവാൻ. 27 ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിനെങ്കിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. വളരെ പ്രാധാന്യമുള്ള ഈ പ്രവചന രേഖ വളരെ പരിമിത മിനിറ്റുകൾ കൊണ്ട് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് അവസാനിപ്പിച്ച് നിങ്ങൾ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഈ ദർശനം ഇന്ന് രാത്രി നിറഞ്ഞിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ
27-ാമത്തെ പുസ്തകമായി ദാനിയേൽ പ്രവചനം 6-ാമത്തെ അധ്യായത്തിലെ സിംഹഗുഹ എന്ന വിഷയം കഴിഞ്ഞതിന് ശേഷം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുകയായി. ഈ 7-ാം അധ്യായത്തിൽ ശ്രദ്ധേയമായ ഒരു ദർശനത്തിന് ദാനിയേൽ പ്രവാചകൻ വിധേയനാകുകയാണ്. ഇതപര്യന്തം രാജാക്കന്മാർ ദർശനം കാണുകയും ദാനിയേൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തുവെങ്കിൽ ഇനിയും മുതൽ അങ്ങോട്ട് ദാനിയേൽ ദർശനം കാണുകയും ദൂതന്മാർ, അത്യുന്നതന്റെ ദൂതന്മാർ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ തുടങ്ങുകയാണ്. ഇവിടെ ദാനിയേൽ പ്രവാചകൻ കട്ടിലിൽ വിശ്രമത്തിലായിരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ മനസ്സിനെ മഥിച്ച ചിന്തകൾ എന്തായിരിക്കാം എന്ന് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ നടത്തിയ പ്രവചന വ്യാഖ്യാനം മുതൽ ഈ പ്രാർത്ഥനാ സമയം തന്റെ മനസ്സിലേക്ക് ഓടിയെത്തി കാണും. തലതങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും കാൽപ്പാൽ ഇരുമ്പ് കൊണ്ട് കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ പർവ്വതത്തിൽ നിറങ്ങി വരുന്ന കല്ലിന്റെ ആഘാതത്താൽ ധൂളിയായി വായുമണ്ഡലത്തിൽ പറന്നു പോകേണ്ട ആ കല്ലിന്റെ അടിയെ സംബന്ധിച്ചും ആ ബിംബത്തിന്റെ നിലയെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ തന്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ ബാഹ്യമായി ഒരു ലൗകികനായ രാഷ്ട്രീയ ഭരണകർത്താവ് ഈ ഭൂമിയിലെ ഭരണത്തെക്കുറിച്ച് കാണുന്നതിന് വ്യത്യസ്തമായി തന്റെ ദാസന് ഈ ലോകത്തിന്റെ രാഷ്ട്രീയ ഭരണത്തിന്റെ ഗതി എവിടേക്കാണ്, ഇതെവിടെയാണ് അസ്തമിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി വിശദീകരണം നൽകേണ്ടതിനു വേണ്ടി ആഴമായൊരു ദർശനത്തിന് വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടനരംഗം എന്നതുപോലെ സർവശക്തനായ ദൈവം തന്റെ കരം ദാനിയേലിന്റെ കൺമുൻപിൽ ചലിപ്പിക്കുകയാണ്. ഓർക്കുക, ദാനിയേൽ പള്ളിമെത്തയിൽ, ദാനിയേലിന്റെ വീട്ടിൽ കട്ടിലിൽ തന്റെ വിശ്രമ മെത്തയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം അദ്ദേഹം കാണുകയാണ് ഒരു വലിയ കാറ്റിന്റെ രംഗം. ആകാശത്തിലെ അതിശക്തമായ കാറ്റുകൾ മഹാസമുദ്രത്തിന് നേരെ ഇരമ്പി ഇറങ്ങുകയാണ്. ഇതാ ആ കാറ്റിന്റെ ഊക്കോടുകൂടിയ സ്വാധീനത്തിൽ ഈ മഹാസമുദ്രം ഇരമ്പി മറിഞ്ഞ് ഇളകി മറിയുകയാണ്. പതഞ്ഞ് നുരഞ്ഞ് ഇളകി ഇരമ്പി മറിയുന്ന മഹാസമുദ്രം. കാറ്റാണ് അതിനാധാരമായ കാര്യം. ബൈബിളിന്റെ ചിത്രീകരണ ഭാഷയിലെ പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ ഗ്രഹിക്കേണ്ടതിന് ഇതര വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കാറ്റിനെ സംബന്ധിച്ച് ദാനിയേൽ പ്രവചനം ഈ ഭാഗത്ത് 7-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് പോയാൽ ആകാശത്തിലെ 4 കാറ്റുകൾ പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഈ ആകാശത്തിലെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്യണം. എഴുതിയിരിക്കുന്നത്, ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവൻ എന്ന് സൈറ്റനിക് പവറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രയോഗം കുറിക്കൊള്ളേണ്ടതാണ്. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കുണ്ട്. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞിട്ട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്ന പ്രയോഗം ആകാശമണ്ഡലത്തെ അടക്കി ഭരിക്കുന്ന, അവരോഹണക്രമത്തിൽ അധികാരം പങ്കുവെച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ഭരണത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്യ ഭരണാധികാരികളുടെ സ്ഥാനമായി ആകാശമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ആകാശമണ്ഡലത്തിൽ നിന്നും 4 കാറ്റുകൾ ഇറങ്ങി വന്ന് സമുദ്രത്തിൽ ഇളക്കി മറിക്കുന്ന രംഗം, ഈ കാറ്റ് സമുദ്രത്തിലേക്ക് ഇരമ്പി ഇറങ്ങുന്ന രംഗം പൈശാചിക ശക്തികളുടെ സ്വാധീനത്താൽ കടൽ ഇളകുകയാണ്. കടലിനെ സംബന്ധിച്ച് പറയുമ്പോൾ മധ്യധരണിയാഴി കടൽ എന്ന പ്രയോഗം ശ്രദ്ധേയമാണെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ ഉദയാസ്തമനങ്ങൾ നടന്നിട്ടുള്ളത് അവിടെ നിന്നാണെങ്കിലും കടൽ എന്ന ബൈബിൾ പ്രമേയത്തിന് 2 വാക്യങ്ങളുടെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കുറിക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ വേദഭാഗം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യം, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം, സമുദ്രം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആ പ്രത്യേകമായ വേശ്യയിരിക്കുന്ന വെള്ളം. ഈ പ്രവചനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ദാനിയേൽ പ്രവചനം 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന അഭിസാരികയായ സ്ത്രീ ഒരു മൃഗത്തിന്റെ പുറത്ത് ചവിട്ടിയിരിക്കുകയാണ്. ആ മൃഗവ്യവസ്ഥിതിയും ഈ മതവ്യവസ്ഥിതിയും തമ്മിലുള്ള കൈകോർപ്പാണ് അവിടെ കാണുന്നത്. എന്നാൽ മൃഗം അല്പം കഴിഞ്ഞപ്പോൾ കുടഞ്ഞ് ഈ സ്ത്രീയെ നിലത്തിട്ട് കുത്തി കീറുകയാണ്.
മതവ്യവസ്ഥിതിയും രാഷ്ട്രവ്യവസ്ഥിതിയുമായി ആദ്യം കൈകോർക്കുമെങ്കിലും അവസാന ഘട്ടം വരുമ്പോൾ ഇവർ തമ്മിൽ കൊമ്പ് കോർക്കും. ഇവ ഒന്നൊന്നിനെ നശിപ്പിക്കും. മതവ്യവസ്ഥിതിയെ രാഷ്ട്രീയ വ്യവസ്ഥിതി നശിപ്പിക്കും എന്ന പ്രവചനാലോചനയാണ്. പക്ഷേ ആ സ്ത്രീ ഇരിക്കുന്നത് പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന എന്ന പരാമർശനമാണ് ചിത്രീകരണം. എന്താണ് പെരുവെള്ളം? അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടത് വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷക്കാരുമാകുന്നു. അപ്പോൾ കേവലം മഹാസമുദ്രത്തിലെ കടൽ വെള്ളമല്ലിത്. ചിത്രീകരണ ഭാഷയിൽ പരിശുദ്ധാത്മ ഉപയോഗിച്ചിരിക്കുന്നു, ഇത് വംശങ്ങളും ജാതികളും ഭാഷക്കാരും എന്ന വെള്ളമാണ്. അപ്പോൾ ആകാശത്തിലെ 4 കാറ്റുകൾ അഥവാ ആകാശത്തിലെ കാറ്റുകൾ പൈശാചിക ശക്തിയുടെ സ്വാധീനത്താൽ ഉത്ഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണെങ്കിൽ ഈ ഭൂമിയിലെ ജനസമുദായ കടൽ അതാണ് ഇവിടുത്തെ വെള്ളം. അപ്പോൾ വെള്ളത്തിലേക്ക് കാറ്റടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജനസമുദായ കടലിലേക്ക്, ലോകരാഷ്ട്രീയ സമുദ്രത്തിലേക്ക് പ്രക്ഷോഭണങ്ങളും രക്തച്ചൊരിച്ചിലുകളും വിപ്ലവങ്ങളുമാകുന്ന കൊടുങ്കാറ്റുകൾ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് തമ്മിൽ ഭേദിച്ച 4 മഹാമൃഗങ്ങൾ അഥവാ ലോകത്തിലെ രാഷ്ട്രീയ പോർവിളിയിൽ നിന്ന് രക്തത്തിൽ നീന്തി തുടിച്ച് ഭരണാധിപത്യങ്ങൾ മുൻപോട്ട് കയറി വരികയാണ്. അതിൽ അതിപ്രധാനപ്പെട്ട 4 ഭരണാധിപത്യങ്ങളുടെ ചിത്രം പരിശുദ്ധാത്മാവ് നാടകവേദിയിൽ നടനരംഗം എന്നതുപോലെ വിശദീകരിക്കുകയാണ്. രക്തത്തിൽ നീന്തി തുടിച്ച് കയറി വരുന്ന ലോകരാഷ്ട്രീയ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒന്നാമത്തെ ഭരണം, ഇതാ ഒരു മഹാസിംഹം കയറി വരുന്നു. സാധാരണ നിലയിൽ വെള്ളത്തിൽ നിന്ന് കയറി വരേണ്ടത് ജലജന്തുക്കളാണ്. എന്നാൽ പതിവിന് വിപരീതമായി ജലജന്തുക്കൾ വരേണ്ട സ്ഥാനത്ത് ഇവിടെ ഇതാ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരികയാണ്. പരിശുദ്ധാത്മാവ് അതിന്റെ അർത്ഥം വ്യക്തമാക്കി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജനസമുദായ കടലിൽ ഇരമ്പി ഉയരുന്ന പ്രക്ഷോഭണങ്ങളുടെയും യുദ്ധക്കെടുതികളുടെയും സമരവിപത്തിന്റെയും നടുവിൽ നിന്ന് ലോകരാഷ്ട്രീയ ഭരണം ചരിത്രത്തിൽ ഉദയം കൊള്ളും എന്ന ബൈബിൾ പ്രവചനം. അതിൽ ഒന്നാമത് ഒരു സിംഹം കയറി വരുന്നു. ഒരു മൃഗം പോലും തനതായ രൂപത്തിലല്ല, അതിനോട് കൂട്ടിച്ചേർപ്പോടുകൂടെയാണ് വെളിപ്പെടുന്നത്. സിംഹത്തെ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ ചിറകുകളോടുകൂടിയാണ് വെളിപ്പെടുത്തുന്നത്. കരടിയെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ വായിൽ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ടാണ് വെളിപ്പെടുത്തുന്നത്. പുള്ളിപ്പുലിയെ വെളിപ്പെടുത്തുമ്പോൾ മുതുകത്ത് ചിറകുകളോടുകൂടെയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ഘോരമൃഗത്തെ വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഭാവചേഷ്ടകളിൽ ഭീകര സത്വമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ലോകരാഷ്ട്രീയ നാടകവേദിയിൽ 4 ഭരണാധിപത്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവതരിച്ചുയരും. ഒന്നാമത്തേത് സിംഹം. അതിന്റെ പക്ഷിച്ചിറകുകൾ, അതിന്റെ ശീഘ്രവേഗതയും ശക്തി സംഹാരശേഷിയും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് കയറി വരുന്നു. പക്ഷേ അതിന്റെ ചിറക് പറഞ്ഞു പോകുന്നു, അതിനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു, മാനുഷിക ഹൃദയം കൈമാറുന്നു. നെബൂഖദ്നേസർ രാജാവിനുണ്ടായ മാനസിക വിഭ്രാന്തിയും ദൈവം അവന്റെ മനസ്സിനെ മടക്കിക്കൊടുത്ത അവസ്ഥയും ഒക്കെ പരിശുദ്ധാത്മ വളരെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നു. അടുത്ത ദിവസം വിശദീകരണങ്ങളിലേക്ക് പോകാം. രണ്ടാമത്തേത് ഇതാ കയറി വരുന്നു, അതിഘോരമായൊരു കരടി. അതിന്റെ വായിൽ പല്ലുകൾക്കിടയിൽ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് കയറി വരുന്നു. വളരെ പ്രാവചനിക അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. മൂന്നാമത് തൊട്ടുപുറകിൽ കയറി വരികയാണ് പുള്ളിപ്പുലി. അതിശീഘ്ര വേഗതയിൽ പാഞ്ഞടുക്കുകയാണ് പുള്ളിപ്പുലി. അതിന്റെ മുതുകത്ത് ചില പക്ഷികളുടെ ശൈലിയിലുള്ള ചിറകുകളുടെ വേഗത കാണാം. അതിന്റെ ശീഘ്ര വേഗതയും അതിന്റെ സംഹാര താണ്ഡവവും വ്യക്തമാക്കിക്കൊണ്ട് ഈ മൂന്നാമത്തെ പുള്ളിപ്പുലി രംഗത്തേക്ക് വരികയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് വിശകലനം അവിടെ അല്പം നിർത്തുന്നു. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് ഗ്രഹിച്ചാൽ കുറെ കൂടെ വ്യക്തമാക്കുവാൻ കഴിയും. 4ാമത്തെ മൃഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പിന്നെയും രാത്രി ദർശനങ്ങളിൽ, നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കുക, പിന്നെയും രാത്രി ദർശനങ്ങളിൽ. അതിന്റെ അർത്ഥം എന്താണ്? 3 മൃഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തൊട്ട് ചരിത്രത്തിൽ ഉത്ഭവിക്കും, 3 ആധിപത്യങ്ങൾ. എന്നാൽ അതിനുശേഷം വരുന്ന മറ്റൊരാധിപത്യം ഒരല്പം ഇടവേളയ്ക്ക് ശേഷമായിരിക്കും രംഗപ്രവേശനം ചെയ്യുക. സ്തോത്രം. എന്നിട്ട് ആ ഘോരവും ഭയങ്കരവും അതിബലവും കരുത്തുമുള്ള ആ ഭീമാകാര ജന്തുവിന്റെ തലയിൽ 10 കൊമ്പുകൾ ഉയർന്നു നിൽക്കുന്നു. ഈ 10 കൊമ്പുകൾ എന്തിനെ ചിത്രീകരിക്കുന്നു എന്ന് വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്.
വേദപുസ്തകത്തിൽ കൊമ്പിന്റെ ഉപയോഗം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പല വിഷയത്തോട് ബന്ധപ്പെട്ടെടുക്കാൻ കഴിയും. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളങ്ങൾ എന്ന പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അഭിഷേക തൈലം നിറച്ചു വെച്ച കൊമ്പുകളെ കുറിച്ച് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാഗപീഠത്തിന്റെ കൊമ്പുകൾ രക്ഷയ്ക്ക് വേണ്ടി കയറി പിടിക്കാനുള്ളത് നമുക്ക് ബൈബിളിൽ ചിത്രീകരണമുണ്ട്. അഹങ്കാരത്തിന്റെ പ്രതീകമായി നിങ്ങളുടെ കൊമ്പുകൾ മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത് എന്നത് അഹങ്കാരത്തിന്റെയും നിഗളത്തിന്റെയും പ്രതീകമായി വിശദീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇതര കൊമ്പുകളെ കുറിച്ചുള്ള ബൈബിൾ വിശദീകരണങ്ങളല്ല ഇവിടെ കൊമ്പുകൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ ആ വാക്യം ഒന്ന് ഓർപ്പിക്കാം. വേദപുസ്തകം തുറക്കുക. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഈ രാജ്യത്ത് നിന്ന് 10 കൊമ്പുകൾ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അപ്പോൾ 10 കൊമ്പുകൾ എന്താണ്? എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. 10 കഴയല്ല, 10 കൊമ്പ്. സ്തോത്രം. ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന തലയിലെ പ്രതിനിധീകരിച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും അല്ല 10 കൊമ്പ്. 10 കൊമ്പ് ഉത്ഭവിപ്പാൻ തുടങ്ങുന്ന രാജ്യത്വങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 10 രാജ്യത്വങ്ങളിലേക്ക് ഈ ഭരണം മാറാൻ തുടങ്ങുകയാണ്. നിങ്ങളെ ചിത്രം പൊതുവിലൊന്ന് കാണുക. വിശദീകരണങ്ങൾക്ക് ഇന്ന് രാത്രി കൂടുതൽ സമയമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ആ വിഷയം അല്പമൊന്ന് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ശീഘ്ര വേഗതയോടും സംഹാര ശക്തിയോടും കൂടെ ചരിത്രത്തിൽ ഉദയം ചെയ്യുന്ന ബാബിലോൺ സാമ്രാജ്യം. അതിന്റെ ചിത്രീകരണമാണ് മുതുകത്ത് ചിറകുകളോടുകൂടെ, അഥവാ അതിന്റെ ശരീരത്തിൽ ചിറകുകൾ പ്രത്യക്ഷമായിട്ട് കയറി വരുന്ന സിംഹം. രണ്ടാമത്തേത്, വായിൽ പല്ലുകൾക്കിടയിൽ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന ആഹ്വാനം കേട്ട് രക്തക്കൊതിയോടും മാംസക്കൊതിയോടും രക്തം കുടിച്ചൂറ്റി മാംസം കടിച്ചു കീറി കഴിച്ച് സംഹാരം നടത്തുവാൻ രംഗത്ത് വരുന്ന മെദ്യപാർസ്യൻ ഭരണം. മൂന്നാമത്തേത്, ഉഗ്രവേഗതയിൽ പുള്ളിപ്പുലിയുടെ ശൗര്യവും രക്തക്കൊതിയോടും കൂടെ പാഞ്ഞെടുക്കുന്ന അതിഭയങ്കരമായ ഗ്രീസ് ആധിപത്യം. ലോക ചരിത്രത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഈ 3 പ്രത്യക്ഷമാകുമെന്ന് ഇവ ഉത്ഭവിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മ ഓർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നീടൊരു അല്പം ഇടവേള സംഭവിക്കുന്നു. അഥവാ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് വഴിമാറും എന്ന് ഇരുമ്പ് കൊണ്ടുള്ള തുടകൾ കളിമണ്ണിൽ അസ്തമിക്കുന്നതിനാൽ കാണിക്കുന്നു. എന്നാൽ ഈ കളിമണ്ണിൽ അസ്തമിക്കുന്ന തുടകളുടെ അവസാന ഭാഗം 10 വിരലുകളായി രൂപപ്പെട്ടു വരികയാണ് ആ ബിംബത്തിന്റെ ഒടുവിലത്തെ രംഗം. അറിയില്ല, അതല്ലേ? ആ ബിംബത്തിന്റെ നെഞ്ചും കൈകളും വയറുമരയും തുടകൾ എന്നിവ കഴിഞ്ഞിട്ട് ഒടുവിൽ തുടകൾ ഇരുമ്പിൽ തുടങ്ങിയിട്ട് കളിമണ്ണിലേക്ക് ചെന്ന് അവസാനം 10 വിരലുകളായി രൂപപ്പെട്ടു വരികയാണ്. ഇതുപോലെ 4ാമത്തെ ഘോരവും ഭയങ്കരവും അതിബലവും തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ആ ബിഭീത്സ ജന്തു, ആ ഘോര ബുഭുക്ഷു, ആ ഭീകര സത്വം അവസാന ഘട്ടത്തിൽ തലയിൽ 10 കൊമ്പുകളോടുകൂടെ വെളിപ്പെടുകയാണ്. തല ജ്ഞാനപ്രതീകമാണ്, കൊമ്പ് അധികാര പ്രതീകമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശിരസിൽ അമിക്കപ്പെട്ട 10 കൊമ്പുകളുടെ ഒരു ഭരണം, കളിമണ്ണുകൊണ്ടുള്ള ജനാധിപത്യ ഭരണം ചരിത്രത്തിൽ വന്നതിന് ശേഷം ലോകത്തിൽ സംഭവിക്കും എന്നല്ലേ ബൈബിൾ പ്രവചനം? ഇവിടെയാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വ്യത്യസ്ത മൃഗങ്ങളുടെ സമ്മിശ്രമായ മറ്റൊരു മൃഗരൂപത്തെ കാണുവാൻ കഴിയുന്നു. വായ് സിംഹത്തിന്റെ വായ്, കാൽ കരടിയുടെ കാൽ, ഉടൽ പുള്ളിപ്പുലിയുടെ ഉടൽ, തലയിൽ 10 കൊമ്പുകൾ ഉള്ള ഒരു മൃഗം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ചരിത്രത്തിൽ അസ്തമിച്ചു പോയ ഭരണങ്ങളുടെ ഒരു സമ്മിശ്ര രൂപം ചരിത്രത്തിൽ അവസാന സമയത്തുണ്ടാകും. അപ്പോൾ ഓർക്കുക, ബാബിലോൺ ഭരണത്തിന് തൊട്ട് മേദ്യപാർസ്യ ഭരണവും, മേദ്യപാർസ്യ ഭരണത്തിന് തൊട്ട് ഗ്രീസ് ഭരണവും, ഗ്രീസ് ഭരണത്തിന് തൊട്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം ഉത്ഭവിക്കുമെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം ജനാധിപത്യത്തിലേക്ക് ഭരണം കടന്നു പോകുകയും ആ ഭരണം അരാജകത്വത്തിലെത്തുമ്പോൾ, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഏകാധിപത്യത്തിൽ തുടങ്ങി ജനാധിപത്യത്തിലൂടെ അരാജകത്വത്തിൽ ഈ ഭരണം എത്തിച്ചേരുമ്പോൾ ഈ ഭരണം അവസാനം 10 വിരലുകൾ പോലെ രൂപപ്പെടും. അഥവാ ഒരു മൃഗത്തിന്റെ തലയിലെ 10 കൊമ്പുകൾ പോലെ രൂപപ്പെടും. അതെവിടെ നിന്ന്? 4ാം ലോകൈക സാമ്രാജ്യമായ റോമാ സാമ്രാജ്യം ഏത് മേഖലയിൽ നിന്ന് ഉദയം കൊണ്ടോ
അതേ മേഖലയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്ന്, ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞാൽ, പഴയ റോമ സാമ്രാജ്യത്തിന്റെ പുരാതന അതിർത്തിക്കല്ലുകളുടെ ഇലികയ്ക്കകത്തുണ്ടായിരിക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ ഒരു തലയിൽ ഏകീകരിക്കപ്പെട്ടുകൊണ്ട് ഒരു ബുദ്ധി കേന്ദ്രത്താൽ നിയന്ത്രിക്കപ്പെട്ട് അവസാനം ചരിത്ര ഭരണത്തിൽ രംഗത്ത് വരും. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കുള്ള ഏകാഗ്രത പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ലോക ചരിത്രത്തിന്റെ ഭരണം ബാബിലോണ് മേദ്യപാർസ്യയ്ക്കും, മേദ്യപാർസ്യ ഗ്രീസിനും, ഗ്രീസ് റോമിനും കൈമാറും. എന്നാൽ റോമിന്റെ ഭരണം ഒരിടവേളയിൽ ജനാധിപത്യത്തിൽ അമരും. ജനാധിപത്യത്തിൽ നിന്നും അത് ജനസമുദായ കടലിൽ ലയിച്ചു കിടന്നാലും അല്പകാലങ്ങൾക്കുള്ളിൽ ഒരു കാലത്ത് ചരിത്രത്തിലുണ്ടായിരുന്ന റോമാ സാമ്രാജ്യം എന്ന പഴയ ഭരണകൂടത്തിന്റെ അതിർത്തിക്കല്ലുകൾക്കകത്തുണ്ടായിരുന്ന രാജ്യങ്ങൾ ഒരു തലയിലെ 10 കൊമ്പുകൾ പോലെ ഒരു ബുദ്ധി കേന്ദ്രത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യങ്ങളായി ചരിത്രത്തിൽ പുനർജനിക്കും. സ്തോത്രം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രവചന വിശദീകരണങ്ങളുടെ കാലിക പ്രസക്തി ഗ്രഹിച്ചാൽ ചരിത്രം അറിയാവുന്ന ഒരു ദൈവപൈതലിനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാം, ബാബിലോണിനെ മേദ്യപാർസ്യ പരാജയപ്പെടുത്തി, മേദ്യപാർസ്യയെ ഗ്രീസ് പരാജയപ്പെടുത്തി, ഗ്രീസിനെ റോം പരാജയപ്പെടുത്തി. പക്ഷേ ചരിത്രത്തിൽ റോമിനെ ഒരു ഭരണശക്തികളും പരാജയപ്പെടുത്തിയിട്ടില്ല. അത് പാശ്ചാത്യ റോമയെന്നും പൗരസ്ത്യ റോമയെന്നും രണ്ടായി ചരിത്രത്തിൽ തിരിഞ്ഞു. പാശ്ചാത്യ റോമയിൽ 5 വിരലുകൾ പോലെ 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ചരിത്രം പറയുന്നു. ഫ്രാൻസ്, സ്പെയിന്, ഇറ്റലി, ആസ്ട്രിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഇവ അതിന്റെ അതിർത്തിക്കകത്ത് വരുന്നതാണ്. പൗരസ്ത്യ റോമയിലും 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രീസ്, ദൈവത്തിന് സ്തോത്രം, സിറിയ, ടർക്കി, ബൾഗേറിയ, ഈജിപ്റ്റ് എന്നീ ഭരണ സംവിധാനങ്ങൾ. അങ്ങനെയെങ്കിൽ ഇത് ക്രമേണ ജനസമുദായ കടലിൽ ലയിച്ചുപോയി. ചരിത്രത്തിൽ ഇത് അസ്തമിച്ചു. ലോകം ജനാധിപത്യത്തിന് വഴിമാറി. ബൈബിൾ പ്രവചനം തെറ്റിയിട്ടില്ല. പ്രവചന സത്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. ലോക ചരിത്രത്തിൽ പ്രത്യേക ഒരു വഴിത്തിരിവ് സംഭവിക്കും. പ്രവചനം നിറവേറേണ്ട ഘട്ടമെടുക്കുമ്പോൾ ജനസമുദായ കടലിൽ നിന്ന് പുരാതനമായ റോമാ സാമ്രാജ്യം രൂപം കൊണ്ട സമുദ്രത്തിന്റെ കരകളിൽ നിന്ന് ഒരു തലയിൽ നിയന്ത്രിക്കപ്പെട്ട 10 കൊമ്പുകൾ പോലെ പഴയ റോമാ സാമ്രാജ്യം ചരിത്രത്തിൽ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ വചനത്തിൽ നിന്ന് ചരിത്രവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, 2ാം ലോകമഹായുദ്ധകാലത്ത് പഴയ യൂറോപ്യൻ മേഖലയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിൽ നിശ്ചയമായും പോരടിച്ച് ജീവിച്ചവരല്ലേ? അവർ യുദ്ധം ചെയ്തവരാണ്. അവർ ഒരിക്കലും സമാധാനത്തോടെ യോജിച്ചവരല്ല. എന്നാൽ ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടമെടുത്തപ്പോൾ ഇതാ റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആ പുരാതന രാജ്യങ്ങൾ, സ്തോത്രം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, പോളണ്ട്, സ്പെയിന് എന്ന് വേണ്ട ആ പുരാതന രാജ്യങ്ങൾ, ആ പഴയ അതിർത്തിക്കകത്തെ രാജ്യങ്ങളൊക്കെ ഒരു ഏകീകൃത സംവിധാനത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച നാം കണ്ടു. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ നെറ്റിൽ പരിശോധിച്ചാൽ ഡോളറിന് അത് 73 രൂപയാണെങ്കിൽ യൂറോയ്ക്ക് 87 രൂപയാണ്. എന്താണ് യൂറോയുടെ ഈ കറൻസിയുടെ പുറകിലെ സംഘടിത രാജ്യങ്ങളുടെ ശക്തി? അവർക്ക് ഒറ്റ രാജ്യം, ഒറ്റ നാഷണാലിറ്റി ആയില്ലേ? ഒറ്റ നാഷണാലിറ്റി. അവർക്ക് ഒറ്റ സൈനിക വ്യൂഹത്തിന്റെ സംവിധാനമില്ലേ? അവർക്ക് ഒരു കോടതിയുടെ ഇടപെടലുകളില്ലേ? അവർക്ക് ഒറ്റ പാസ്പോർട്ടായി മാറിയില്ലേ? ആധുനിക യൂറോപ്പിന് ഒറ്റ പാസ്പോർട്ടായി മാറിയില്ലേ? എവിടേക്കാണ് സംഭവങ്ങൾ നീങ്ങുന്നത്? 2ാം ലോക മഹായുദ്ധം ചരിത്രത്തിൽ നടക്കുമ്പോൾ തമ്മിൽ പോരടിച്ച് രക്തക്കൊതിയോടുകൂടെ ഒന്നൊന്നിന്റെ മേൽ ചാടി വീണ പഴയ റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തിക്കകത്തുണ്ടായിരുന്ന ഈ രാജ്യങ്ങൾ ചരിത്രത്തിന്റെ പ്രത്യേക വഴിത്തിരിവ് വന്നപ്പോൾ ഒരു തലയിലെ 10 കൊമ്പുകൾ പോലെ പഴയ റോമാ സാമ്രാജ്യത്തിൽ ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഇതാ ഒരു പുതിയ സംവിധാനത്തിൽ ഒന്നായിട്ട് ആധുനിക യൂറോപ്പ് എന്ന പേരിൽ രംഗത്ത് വരികയും റോമൻ ഉടമ്പടി എന്ന പേരിൽ നിന്നും ആധുനിക യൂറോപ്പ് എന്ന പേരിലേക്ക് അവരുടെ പേര് മാറ്റിക്കുറിച്ചിട്ട് അവരുടെ ബിസിനസിനെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള ഒരു കമ്പ്യൂട്ടറിന് രൂപം നൽകിയിട്ട് ആ കമ്പ്യൂട്ടറിന്റെ പേരിനെ പോലും ബീസ്റ്റ്, മൃഗം എന്നാക്കിക്കൊണ്ട് അവർക്ക് ഒരു നാഷണാലിറ്റിയായി, അവർക്ക് ഒരു സൈനിക വ്യൂഹമായി, അവർക്ക് ഒരു സൈനിക നടപടികളായി, അവർക്ക് ഒരു പാസ്പോർട്ടായി, അവർക്ക് ഒരു കറൻസിയായി. ഇന്ന് നമ്മുടെ പണവിനിമയത്തിൽ
ഏതാണ്ട് 87 രൂപ ഇന്ത്യൻ റുപ്പീസുമായി ബന്ധപ്പെടുമ്പോൾ ഒരു യൂറോയ്ക്കുള്ള നിലയിൽ ഡോളറിന് മുൻപിൽ സാമ്പത്തിക നിലവാരം ഉയർന്നുകൊണ്ട് ചരിത്രം ഏതോ ദിശയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കരങ്ങളിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം മാറോടടുക്കി പിടിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ബൈബിൾ പറഞ്ഞ പ്രവചനം കൃത്യമായി നിവർത്തിക്കപ്പെടുവാൻ ചരിത്രം ഒരുങ്ങുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടേക്കാണ് ലോക സംഭവങ്ങൾ നീങ്ങുന്നത്? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു വെച്ച പ്രവചനത്തിന്റെ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങൾ മാറാത്ത വിധത്തിൽ നിവർത്തിക്കപ്പെടുന്ന കാഴ്ച കാണുന്ന എന്റെ മുൻപിലിരിക്കുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തിയിട്ട് വിളിച്ചു പറയണം, ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന്. അതെ, എവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? നമുക്കറിയാം, സ്തോത്രം, മരിക്കാറായ ആളുകളുടെയൊക്കെ അടുക്കൽ പ്രായമുള്ള പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ചെന്ന് കയറി അടുത്തിരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ലക്ഷണം കണ്ടിട്ട് നേരം വെളുപ്പിക്കുമോ എന്ന് തോന്നുന്നില്ല, ഇല്ലേ? കൃത്യമായി അവർ പറയുന്നത് പോലെ സംഭവിക്കുകയും ചെയ്യും. എന്താ കാര്യം? മരിക്കാറായി കിടക്കുന്ന ആളിന്റെ ആ ചേഷ്ടയും ആ ശ്വാസമെടുപ്പും ആ കണ്ണിന്റെ ചലനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ലക്ഷണം കണ്ട് വിലയിരുത്തുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പലർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ കാലഘട്ടത്തെ വിവേചിക്കാൻ കൃപ പ്രാപിച്ച നീ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കരമുയർത്തിയിട്ട് പറയണം, ലക്ഷണം കണ്ടിട്ട് എന്റെ കാലം കഴിയുന്നതിന് മുൻപ് എന്റെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. നമുക്കൊക്കെ അറിയാം, അമേരിക്കൻ ഭരണാധികാരി ട്രംപ് കേരളം ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ 2 രാജ്യങ്ങളും പ്രഖ്യാപനം നടത്തണം. ഒരു രാജ്യം പറയുന്നു ഇന്നയാൾ വരാൻ തുടങ്ങുന്നു, മറ്റേ രാജ്യം പറയുന്നു ഞങ്ങളുടെ ഭരണാധികാരി ചെല്ലാൻ തുടങ്ങുന്നു. അപ്പൊ രാജ്യത്തിന്റെ പ്രഖ്യാപനം വരണം. 2, അപ്പോഴേക്കും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുങ്ങണം. അദ്ദേഹം ഒരു ഗ്രൗണ്ടിൽ ജനത്തെ അഭിസംബോധന ചെയ്യുന്ന രംഗമായാൽ എട്ടും പൊട്ടും തിരിയാത്ത കൊടുങ്കാടിന്റെ നടുവിൽ കിടക്കുന്ന ഒരു കാടൻ അതുവഴി ഇറങ്ങുമ്പോ ആ സൈഡിലൊക്കെ കെട്ടിയുറപ്പിച്ചിരിക്കുന്ന പോലീസ് നിയന്ത്രണ സംവിധാനങ്ങളും സുരക്ഷിത വലയങ്ങളും ഒക്കെ കാണുമ്പോ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുകയാണ് എന്ന് ഊഹിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ മഹാരാജാവ് ഈ ഭൂമി സന്ദർശിക്കാൻ സമയമടുത്തു വരുന്നു എന്ന് സ്വർഗം പ്രഖ്യാപിക്കുക മാത്രമല്ല, അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച പ്രതിനിധികൾ ഇന്ന് രാത്രി അത് വിളിച്ചു പറയുന്നു. സാധാരണക്കാരന് കാണത്തക്ക വിധം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഈ തലമുറയിൽ കർത്താവ് മടങ്ങി വരും. ഇന്ന് രാത്രി കർത്താവേ ഞാൻ കൈവിടപ്പെടരുതേ എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ ആ 2 കൈകൾ മലർത്തിപ്പിടിച്ച് കർത്തൃസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേട്ട വിശ്വാസ സമൂഹത്തെ നിങ്ങൾ കൈമാറുന്നു. അങ്ങെഴുതി വെച്ച ദിവ്യാലോചനകളുടെ കൃത്യനിവർത്തിയിലേക്ക് ചരിത്രം അതിവേഗം പാഞ്ഞടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണനാഥന്റെ പ്രത്യാഗമനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. ഇന്ന് രാത്രി നിത്യതയുടെ ദർശനത്തോടെ ഞങ്ങൾ വിശ്രമമുറികളിലേക്ക് പോകട്ടെ. ഈ തലമുറയിൽ ഞങ്ങളുടെ കർത്താവ് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.